ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അസ് ബൈ നീതു. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു വെള്ളിയാഴ്ച ഇങ്ങനെ അയ്യാൻകുട്ടന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയ്യാൻകുട്ടൻ എപ്പോഴും ഡാഡി ഡാഡി എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ കേട്ടോ. അമ്മാന്നോ മമ്മീന്നോ ഒന്നും എന്നെ വിളിക്കത്തില്ല. കരയുമ്പോൾ മാത്രം അമ്മാന്ന് പറഞ്ഞ് കരയും. അങ്ങനെ അയ്യാൻകുട്ടനോട് ഞാൻ ഇങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മി 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 പറഞ്ഞേ അമ്മ അമ്മ പറ എന്നാന്നോ എന്നെ അമ്മന്ന് വിളിക്ക്. ഡാഡിനെ മാത്രം ഡാഡിനെ വിളിക്കത്തുള്ളോ? മമ്മി പറഞ്ഞേ മമ്മി കൂട്ടില്ല വേണോ വേണ്ട മമ്മി മമ്മി. അപ്പോൾ ഞങ്ങൾ ഇനിയൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അയ്യാൻകുട്ടൻ വിറുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഗൈസ്, പെട്ടെന്ന് പോരാം. അങ്ങനെ ഒരു തരത്തിൽ അയ്യാൻകുട്ടനെ കാറിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പേപ്പറെല്ലാം പിച്ചി പറിച്ചിട്ട് ആകെ ബഹളം അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അയ്യാൻകുട്ടൻ കേട്ടോ. മൊത്തം അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിടിച്ചു പറിച്ച് മേടിച്ചു വെച്ചു കുറച്ച് സാധനങ്ങൾ. അതിന്റെ ഗൗരവത്തിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നെസ്റ്റോയിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. അപ്പം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവല്ലേ അയ്യാൻ? അല്ലേ അയ്യാൻ? ചായ കുടിച്ചിട്ട് പോവല്ലേ? ഓക്കെ അയ്യാൻകുട്ടാ, ഇതെന്താ കാറ് ചവിട്ടി പൊട്ടിക്കണോ? ദേ ഡാഡി കാറ് ചവിട്ടി പൊട്ടിക്കുന്ന അയ്യാൻ കേട്ടോ. അയ്യാൻ ഇതാ കാറ് ചവിട്ടി പൊട്ടിക്കുന്ന ഡാഡി. വേണ്ടേ? എന്താ വേണ്ടാത്തത്? പിടിക്കാതൊന്നും നിക്കാനായിട്ട് വളർന്നിട്ടില്ല. അതിനൊക്കെ കുറച്ചും കൂടെ ടൈം കഴിച്ചിട്ട് വേണം. അങ്ങനെ പറയാതെ. എന്തോ പിണങ്ങുന്നേ? എന്തിനാ പിണങ്ങുന്നേ? ഡാഡി എന്തെടുത്തു? ടാറ്റയോ? നമ്മളെങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ നമ്മള്? എങ്ങോട്ടാ പോന്നേ? ചായ കുടിക്കാൻ പോവാണോ? ചായ വേണോ അഞ്ഞിന്? അയ്യാൻകുട്ടി ചായ വേണോ? വേണ്ട. പിന്നെന്തോ വേണ്ടേ? ചായ വേണ്ടെങ്കിൽ പിന്നെന്താ വേണ്ടേ? എന്താ വേണ്ടേ? വെള്ളം വേണോ? വേണ്ട. പിന്നെന്താ വേണ്ടേ? ടാറ്റ പോവാം. ടാറ്റ പോവാം നമുക്ക്. ടാറ്റ പോവാം അയ്യാൻ. അവിടെ എന്താ ഉള്ളേ? അവിടെ എന്താ ഉള്ളേ? ടാറ്റ. നമുക്ക് ടാറ്റ പോവാം. ടാറ്റ. അങ്ങനെ ചായ വന്നു കേട്ടോ. അപ്പോ ചായ കുടിക്കണേ കേട്ടോ. സൂപ്പർ ചായ. അയ്യാൻകുട്ടൻ ചായ വേണോ? പിണങ്ങിയിരിക്കുവാണേ അയ്യാൻ. ഭയങ്കര കലിപ്പിലിരിക്കുക. ചായ വേണോ അയ്യാൻ? വേണ്ട. എന്തെങ്കിലുമൊക്കെ വേണ്ടു. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ നെസ്റ്റോയിലേക്ക് പോയി. ഇത് ബഹ്റൈനിലെ ഇസാ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ടായ നെസ്റ്റോ ആണ്. അപ്പോൾ 2-3 ദിവസം ആയതേ ഉള്ളൂ ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. അന്നേരം വിചാരിച്ചു പുതിയ നെസ്റ്റോയും കാണാം, വീട്ടിലേക്കുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്താ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നതെന്ന്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ? ട്രോളി എടുക്കാനാണേ. എത്രയും പെട്ടെന്ന് ട്രോളി എടുത്തിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചുണ്ടാപ്രിയെ അതിനകത്ത് സ്ഥാപിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഓടി നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരും അതുപോലെ ഓടി നടക്കാനുള്ള ടെൻഡൻസി വരും. അങ്ങനെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ എടുക്കാൻ പോയപ്പം അയ്യാൻകുട്ടൻ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നെടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ട്രോളിയിലേക്ക് ഓരോ സാധനങ്ങൾ ഇടുന്ന കണ്ടിട്ട് അവനും അത് കണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത ആ ബ്രെഡും അവൻ അതുപോലെ ട്രോളിയിലേക്ക് ഇടുകയാണ് കേട്ടോ.
അങ്ങനെ ഞാൻ പിന്നെ പോയത് കുഞ്ഞിന് സെബാമെട്ടിൻ്റെ സോപ്പും ലോഷനും ഒക്കെ വേണമായിരുന്നു. ഞാൻ സെബാമെട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൻകുട്ടന് ഞാൻ ആദ്യമേ ഹിമാലയയുടെ പ്രൊഡക്റ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കിന്നിലെല്ലാം വൈറ്റ് പാച്ചസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രോബ്ലം കൊണ്ടാണ് സ്കിന്നിലെല്ലാം ഇങ്ങനെ വൈറ്റ് പാച്ചസ് വരുന്നതെന്ന്. അങ്ങനെ ഞാൻ അയ്യൻകുട്ടനെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നുമല്ല, നിങ്ങൾ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹിമാലയ ആണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇനി ഹിമാലയ മാറ്റിയിട്ട് ഒന്നെങ്കിൽ സെബാമെട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബ്രാൻഡിൻ്റെ പേരും കൂടെ പറഞ്ഞു കേട്ടോ, അത് ഞാനിപ്പം മറന്നുപോയേ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ സെബാമെട്ടാണ് വാങ്ങിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞിനെ ആ വൈറ്റ് പാച്ചസൊക്കെ തന്നെ പോയി കേട്ടോ. ഹിമാലയ ഇവന് ഉപയോഗിക്കാനേ പറ്റത്തില്ല, സ്കിൻ അപ്പോഴത്തേക്കും ഡ്രൈ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ചപ്പാത്തി പലാവ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം എന്നുള്ളൊരു ടെൻഡൻസി പെട്ടെന്നുണ്ടായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചപ്പാത്തി മേക്കർ പോയി, അതുകൊണ്ട് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയ്യാൻകുട്ടൻ അവൾ ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ ഒരു തരത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ച് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടച്ച് ഞങ്ങൾ പോവാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.